So next topic in vibration is natural frequency of longitudinal vibration. Okay, natural frequency of longitudinal vibration. Next നമ്മൾ ഒരു longitudinal vibrationൻ്റെ natural frequency കണ്ടുപിടിക്കാൻ പോവാണ്. Natural frequency of longitudinal vibration. So, longitudinal vibration means ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വൈബ്രേഷൻ. ഇപ്പോൾ സ്പ്രിങ് ആണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും വൈബ്രേഷൻ ഉണ്ടാവുക. അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫോർ ദിസ് നമ്മളൊരു സ്പ്രിങ് മാസ് സിസ്റ്റം കൺസിഡർ ഒരു സ്പ്രിങ്. ആദ്യം ഞാനൊരു സ്പ്രിങ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു സ്പ്രിങ് ഉണ്ട്. ദെൻ ഇതിൽ ഞാനൊരു മാസ് അറ്റാച്ച് ചെയ്തു, എം എന്നുള്ള മാസ് അറ്റാച്ച് ചെയ്തു. എം മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താവും, ഈ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ പൊസിഷനിൽ പോയി നിൽക്കും. ഓക്കെ, ആദ്യം ഇത്രയാണ് സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത്. ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു. അതിലൊരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു എം ഇവിടെ കൊടുക്കുമ്പം അത് സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പോയിട്ട് സ്റ്റേബിളായി നിൽക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ മീൻ പൊസിഷൻ. ഓക്കെ, ദെൻ സപ്പോസ് ഈ ഡിസ്റ്റൻസ്, ഈ നാച്ചുറൽ ലെങ്ത്തും ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം മീൻ പൊസിഷനിലുള്ള ഈ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഡെൽറ്റ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദിസ് delta is known as static deflection. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈബ്രേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, വെറുതെ ഒരു മാസ് അറ്റാച്ച് ചെയ്യുമ്പം ആ സ്പ്രിങ് പോയിട്ട് സ്റ്റേബിളായിട്ട് ഒരു പോയിന്റിൽ നിൽക്കും. ആ പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷനെയാണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so when the vibrating body of a system has to and fro motion along a straight line, then the vibration is called linear vibration or longitudinal vibration. അപ്പോൾ ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ള ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഇനീഷ്യലി ഫ്രീ ആയിരുന്നു. അതിനുശേഷം നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്തു. മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് സ്ട്രെച്ച് ആവും അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യും. ദെൻ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേബിൾ പൊസിഷനിൽ പോയിട്ട് ഇക്വിലിബ്രിയായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. സോ ദിസ് ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റയാണ് സ്പ്രിങ്ങിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡെൽറ്റേനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം. ദിസ് ഡെൽറ്റ ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ്. ഇനി ഞാൻ ഈ പൊസിഷനിലുള്ള സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാമെന്ന് വെച്ചു. അതായത് സ്പ്രിങ്ങിലെ ഫോഴ്സ് നമ്മൾ ബാലൻസ് സ്റ്റേബിളാണ്, ഈ പോയിന്റിൽ സ്റ്റേബിളാണ്. സോ സ്പ്രിങ്ങിൻ്റെ ഈ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു മാസിന് എം ജി എന്നുള്ളൊരു ഇതിൻ്റെ വെയിറ്റ് താഴത്തേക്ക് ഉണ്ടാവും. എം ജി ദ വെയിറ്റ് ഓഫ് ദ മാസ്. ദെൻ ഇതിനെ ഓപ്പോസ് ചെയ്ത് സ്പ്രിങ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനെ സെയിം എമൗണ്ട് ഇതിനെ റീസ്റ്റോറിങ് ഫോഴ്സ്, ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് നമുക്കറിയാം, ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എത്രയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് അതിന് സെയിം ആയിരിക്കും. ദി സ്പ്രിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ് ഈ സ്പ്രിങ്ങിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, സോ സ്പ്രിങ് ഫോഴ്സ് എപ്പോഴും ഓർമ്മിക്കുക, സ്പ്രിങ് ഫോഴ്സ് എഫ് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ എഫ് എസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. ഇതിന് ഡെൽറ്റ എമൗണ്ട് ആണ് സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്. സോ ദ സ്പ്രിങ് ഫോഴ്സ്, ഞാൻ എഫ് എസ് എന്ന് കൊടുത്തില്ല, എഫ് എന്നേ കൊടുത്തുള്ളൂ എന്നേ ഉള്ളൂ. എഫ് ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് കിട്ടും. സോ ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റേബിൾ ആയതുകൊണ്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഇവിടെ വന്ന് സ്റ്റേബിളാണ്. സോ സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്ന് വരും, ഓർ എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് വരും.
ഇത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ 1 ഓർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു mg/k. ഓക്കെ, നമുക്ക് തൽക്കാലം ഓർമ്മിച്ച് വെക്കുക. k ഡെൽറ്റ ഈസ് ഈക്വൽ ടു mg അല്ലെങ്കിൽ mg ഈസ് ഈക്വൽ ടു k ഡെൽറ്റ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഓക്കെ, നൗ നമ്മൾ വൈബ്രേഷൻ കൊടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇതിനൊരു ഡിസ്റ്റർബൻസ് കൊടുക്കാൻ പോവാണ്. ഇതിനെ ഞാനൊരു എക്സ് ഡിസ്റ്റൻസ്, സെയിം സാധനത്തിന് ഒരു എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്ത് വിടാൻ പോവാണ്. സോ ഞാൻ വീണ്ടും സെയിം സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. സെയിം സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ്. ഇവിടെയാണ് നമ്മളെ മാസ് ഉള്ളത്. സ്പ്രിങ് ഉണ്ട്, മാസ് സെയിം ഡിസ്റ്റൻസ്, ഈ സെയിം ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇതിനെ ഞാൻ ഒരു എക്സ് ഡിസ്റ്റൻസ് സ്ട്രെച്ച് ചെയ്യാണ്. ഒരു ക്യാപിറ്റൽ എക്സ് ഡിസ്റ്റൻസ് ഞാൻ വലിച്ചു, ഇലോങ്ങേറ്റ് ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ എന്ത് സംഭവിക്കും? സ്പ്രിങ്ങിന് ഇവിടെ എത്തും, സെയിം മാസ് ഇങ്ങോട്ട് വരും. ദെൻ റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് സെയിം ഡിസ്റ്റൻസ് സ്പ്രിങ് മേലോട്ടും പോവും, മാസ് മേലോട്ടും പോവും. ഈ ഡിസ്റ്റൻസും സെയിം എക്സ്. ഓക്കെ, സോ ഒരു ഫോഴ്സ് കൊടുത്തു, സ്ട്രെച്ച് ചെയ്ത് വിട്ടു. സോ എന്ത് സംഭവിക്കും? സ്ട്രെച്ച് ചെയ്ത് വിടുമ്പം ഈ മാസ് എന്ത് ചെയ്യും? ഈ 2 പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് താഴത്തേക്ക് വരും. ദെൻ മേലോട്ട് പോയിട്ട് റീസ്റ്റോറിങ് ഫോഴ്സ് മേലോട്ട് പോകും. ദെൻ എക്സ് ഡിസ്റ്റൻസ് അപ്വേർഡ് ഡയറക്ഷൻ. ദെൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് വൈബ്രേഷൻ. ഈ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ഈ എക്സ്, ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണോ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്തത്, അതിൻ്റെ ഉള്ളിൽ ഈ മാസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇനി നമുക്ക് ഇക്വേഷൻ, ഒരു ജനറൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് മാക്സിമം മൂവ്മെൻറ്റ്. ഞാനൊരു സ്മോൾ എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പൊസിഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സെയിം മാസ്, ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു എക്സ് ഡിസ്റ്റൻസ് എത്തിയപ്പം, ഇവിടെ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ്, സ്മോൾ എക്സ് ഡിസ്റ്റൻസ് എത്തിയപ്പം എന്താവും എന്നുള്ളതാണ് നമ്മൾ അനാലിസിസ് നടത്താൻ പോകുന്നത്. അവിടെ വരുമ്പോഴുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എഗെയിൻ സെയിം മാസ്, സെയിം സ്പ്രിങ്, ഇങ്ങനെ സ്പ്രിങ് വന്നു. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ്, ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പം സ്പ്രിങ് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാണ്. സോ കണ്ടിന്യൂസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സ്മോൾ എക്സ് എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ എത്തിയപ്പോൾ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തിയപ്പം ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ, ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വരും? മാസ് ഉണ്ട്, താഴത്തേക്ക് mg, വെയിറ്റ് mg ഉണ്ട്. അപ്വേർഡ് ഡയറക്ഷനിൽ എന്തുണ്ടാവും? സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും. ഈ സ്പ്രിങ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സ്പ്രിങ് കോൺസ്റ്റൻറ്റ് k ഇൻറ്റു ഡിഫ്ലക്ഷൻ. എത്രയാണോ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ത് വരും? ഇതാണ് ഇതിൻ്റെ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ ഡിഫ്ലക്ഷൻ എക്സ് ആണുള്ളത്. ബട്ട് ഈ എക്സ് മാത്രം എടുത്താൽ പോരാ, കാരണം ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇതായിരുന്നു സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ സ്പ്രിങ്ങിനെ ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ, സോ ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ് ഈസ് ദ സ്മോൾ എക്സ് പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, ഇത് മറന്നു പോയരുത്. സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ, ടോട്ടൽ ഡിഫ്ലക്ഷൻ മീൻസ് ഇവിടെ നിന്ന് എക്സ് ആണ്. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് സ്പ്രിങ് ഇവിടെ നിന്നാണ് നമ്മളതിൻ്റെ സ്ട്രെച്ചിങ് തുടങ്ങിയത്. ഈ ഒരു ഡിഫ്ലക്ഷൻ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് ഈ സ്പ്രിങ്ങിലുണ്ട്. സോ സ്പ്രിങ് ഫോഴ്സ് എഫ് എസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എന്ന് വരും. ഓക്കെ, ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആക്സലറേഷൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആക്സലറേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് എത്തിയപ്പോഴുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? നൗ ഈ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഇത് ഫ്രീ ബോഡി ഡയഗ്രാമാണ്. ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും?
താഴത്തേക്ക് മൂവ് ചെയ്യാണ്, താഴത്തേക്കാണ് മൂവ്മെൻറ്റ്. സോ താഴത്തേക്കുള്ള ഫോഴ്സിനെ ഞാൻ പോസിറ്റീവാക്കി എടുത്തു, അപ്വേർഡ് ഫോഴ്സിനെ നെഗറ്റീവാക്കി എടുത്തു. ഓക്കെ, സോ എന്തൊക്കെ വരും? ഒരു mg എന്നുള്ള ഫോഴ്സ് ഉണ്ട്, ദെൻ മൈനസ് എഫ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എന്നുള്ള ഫോഴ്സ് ഉണ്ട്. ദെൻ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആ മൂവിങ് ആക്സിലറേഷൻ എ ആണെന്ന് വിളിച്ചു. സോ ഇറ്റ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ്, മൂവ്മെൻ്റ് ഇല്ല, ഇക്വിലിബ്രിയം ആയതുകൊണ്ട് നമ്മൾ ഇക്വലേറ്റ് ചെയ്ത് mg മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്, താഴത്തേക്ക് മൂവ് ചെയ്യാണ്. സോ യു ഹാവ് ടു ടേക്ക് സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സിഗ്മ എഫ് ഇൻ വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എം എ. ഈ ഇക്വേഷൻ എടുക്കണം. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ താഴത്തേക്ക് ആയതുകൊണ്ട് ഈ ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുത്തു. സോ mg അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവായിട്ട് എടുത്തു, മൈനസ് എഫ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. സോ എന്ത് വരും? mg മൈനസ് എഫ് എക്സ് അല്ല കെ, ഇവിടെ കെ ആണ്, കെ എക്സ് മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു mg മൈനസ് കെ എക്സ് മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു, ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ആക്സിലറേഷൻ മീൻസ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി ആണ്, അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് ആക്സിലറേഷൻ കിട്ടുക. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, അതിനെ വീണ്ടും ഒന്നും കൂടി ചെയ്താൽ ആക്സിലറേഷനായി. സോ ഇൻസ്റ്റെഡ് ഓഫ് ആക്സിലറേഷൻ ഐ ക്യാൻ റൈറ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, വേർ എക്സ് ഈസ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ പോയിന്റിലുള്ള, ഈ പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: എം ജി മൈനസ് കെ എക്സ് ഈസ് മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. നൗ വി നോ ദാറ്റ് എം ജി ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ. നമ്മളെ ഇക്വേഷൻ 1 പ്രകാരം കെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എം ജി ആണ്, അല്ലെങ്കിൽ എം ജി എന്ന് പറഞ്ഞാൽ കെ ഡെൽറ്റയാണ്. സോ ഞാൻ ഈ എം ജിക്ക് പകരം എന്ത് ചെയ്തു? ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എം ജി ഐ ക്യാൻ റൈറ്റ് കെ ഡെൽറ്റ. സോ കെ ഡെൽറ്റ മൈനസ് കെ എക്സ് മൈനസ് കെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടി. നോ കെ ഡെൽറ്റ മൈനസ് കെ ഡെൽറ്റ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇത് സാധാരണ ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതാറ്: ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. Clear? D square x by dt square plus k by m into x is equal to 0. Okay. This equation is known as, this is the equation of motion of free vibration. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് മോഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ, ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇറ്റ്സ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ. നമ്മൾ ഫ്രീ വൈബ്രേഷൻ കേസാണ് കൺസിഡർ ചെയ്തത്. ഫോഴ്സ് ഇനീഷ്യൽ മാത്രമേ കൊടുത്തുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ഫോഴ്സ് ഡിസ്റ്റർബൻസ് കൊടുത്തു, പിന്നെ ഫോഴ്സിനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ വി നോ ദാറ്റ് ഫ്രം സിമ്പിൾ ഹാർമോണിക് മോഷൻ, നമ്മൾ സ്പ്രിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നു. ഫ്രം സിമ്പിൾ ഹാർമോണിക് മോഷൻ definition we know that the acceleration is equal to minus omega square x ആണ്. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഫ്രം സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദെൻ ആക്സിലറേഷന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആക്സിലറേഷനായി ഈക്വൽ ടു
minus omega square x, or we can write d square x by dt square is plus omega square x is equal to 0. d square x by dt square plus omega square x is equal to 0. This is the expression coming from simple harmonic motion. We already derived this expression in the previous videos. So now put it as equation 3. നേരത്തെ ഇവിടെ കിട്ടിയ ഇവിടെ ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഇതിനെ ഇക്വേഷൻ 2 എന്നും വിളിച്ചു. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0. നൗ കമ്പയർ ഇക്വേഷൻ 2 and 3. രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ട് ഇക്വേഷനും ഒരേ ഫോർമാറ്റാണ്, വ്യത്യാസമൊന്നുമില്ല. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പയറിങ് ഇക്വേഷൻ 2 and 3. ഇക്വേഷൻ 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി സ്ക്വയർ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കെ ബൈ എം ഈ ടേം തന്നെയാണ്, ഈ കെ ബൈ എം എന്നുള്ള ടേം തന്നെയാണ് ഇതിന് ഇക്വലൻ്റ് ആണ് ഈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം. കാരണം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ സെയിം ആണ്, ഇൻറ്റു എക്സ് ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, ഈക്വൽ ടു 0 ആണ്. സോ ഈ കെ ബൈ എം എന്ന് പറഞ്ഞാലാണ് ആക്ച്വലി ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം. So by comparing both the equations, we will get omega square is equal to k by m, or omega is equal to root of k by m, where k is the stiffness of the spring, m is the attached mass. Idina equation, this omega is known as free vibration, natural frequency of vibration. ഇത് കാരണം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം ഇത് ഫ്രീ വൈബ്രേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വൈബ്രേഷനാണ്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നില്ല. അതിന് മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി ആണിത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദിസ് ഫ്രീക്വൻസി ഒമേഗ ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി of, this equation is known as natural frequency of free vibration. Free vibration കേസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. സോ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻ, ആൻഡ് ജനറലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഒമേഗ എൻ. നാച്ചുറൽ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഒമേഗ എൻ. സോ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം ഇൻ ദ കേസ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം വിച്ച് ഈസ് ഹാവിംഗ് നാച്ചുറൽ വൈബ്രേഷൻ ഓർ ഫ്രീ വൈബ്രേഷൻ. ഓക്കെ, നൗ ഈ ഒമേഗ എന്നിനെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് ഒമേഗ എന്നിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്, ആ നാച്ചുറൽ വെലോസിറ്റീൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. ഇനി ഇതിനെ ഇൻ ടേംസ് ഓഫ് എഫ് എന്നുള്ള ടേംസിലും യൂസ് ചെയ്യാറുണ്ട്. വി നോ ദാറ്റ് എഫും ഒമേഗയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരുന്നു? ഫ്രീക്വൻസി എഫ് അല്ലെങ്കിൽ നാച്ചുറൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു 2π എഫ് ആണ്, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ് എൻ എന്ന് വിളിക്കാം. സോ എഫ് എൻ ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ബൈ 2π ആണ്, നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിഫൈൻ ചെയ്തതാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് കെ ബൈ എം. സോ എഫ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. എഫ് എൻ ഈസ് ഈക്വൽ ടു 1/2π ഓഫ് റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറയും. ഇതിൻ്റെ പേരും ഇതിനെയും നാച്ചുറൽ ഫ്രീക്വൻസി തന്നെയാണ് വിളിക്കുന്നത്, ബട്ട് ഇതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇപ്പം നിങ്ങളെ ക്വസ്റ്റ്യനിൽ നാച്ചുറൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഒരു പെർട്ടിക്കുലർ 10, എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് എന്ന് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് എഫ്.
ഓക്കെ, ഇനി അതിന് പകരം നാച്ചുറൽ ഫ്രീക്വൻസി എത്രയും റേഡിയൻ പെർ സെക്കൻഡ് അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒമേഗ. ഓക്കെ, രണ്ടിനും പേര് സെയിം ആണ്. ദിസ് ഒമേഗ ഈസ് ഓൾസോ ഒമേഗ എൻ ഈസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. ദിസ് എഫ് ഈസ് ഓൾസോ നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. രണ്ടും നാച്ചുറൽ ഫ്രീക്വൻസി തന്നെയാണ്, ബട്ട് ഒന്നിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്, മറ്റേതിൻ്റെ യൂണിറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. So this is the expression for natural frequency of a spring mass system, natural free vibration. In longitudinal case, longitudinal vibration case natural frequency ന്റെ equation എന്ന് പറഞ്ഞാൽ √k/m ആണ്. Okay, now next ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ we have to define degree of freedom. Then നെക്സ്റ്റ് നമുക്ക് ഇനി കുറച്ച് ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിഫൈൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് സ്പ്രിങ്സ് ഇൻ സീരീസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ് ഇൻ സീരീസ് അറേഞ്ച്മെൻറ്റ് ആൻഡ് സ്പ്രിങ്സ് ഇൻ പാരലൽ അറേഞ്ച്മെൻറ്റ്. സ്പ്രിങ് സീരീസ് ആയാലും പാരലൽ ആയാലും അതിൻ്റെ ഇക്വാലൻറ്റ് സ്റ്റിഫ്നെസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കേസസാണ് നമ്മൾ ചോദിക്കാറ്. ഇതിലെ പ്രോബ്ലംസ് ആണ് മെയിൻലി ഇടയ്ക്ക് ചോദിക്കാറുള്ളത്. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് സം പ്രോബ്ലംസ് റിലേറ്റഡ് ടു സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെൻറ്റ്.